നമുക്കിന്ന് പപ്പടം വെച്ചിട്ട് സമോസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പാൻ ചൂടായതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും, പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൈദ പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പപ്പടം രണ്ടായി മുറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മൈദ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് നിറച്ചങ്ങ് വെച്ച് കൊടുക്കേണ്ട, ഇത്രയും മതിയാകും. ഇനി നമുക്ക് മൈദ പേസ്റ്റ് വെച്ച് നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായതിലേക്ക് നമുക്കിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഇടയ്ക്ക് മറക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പപ്പടം വെച്ചുള്ള സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്